അമേരിക്കയും ഇസ്രായേലും പശ്ചിമേഷ്യയിൽ നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ലോക വ്യാപാരത്തിന്റെയും ഭൗമരാഷ്ട്രീയത്തിന്റെയും സമവാക്യങ്ങൾ തിരുത്തിയെഴുതുന്ന പുതിയ അധ്യായത്തിന് തന്നെ തുടക്കമാവുകയാണ്. ഇറാനെ സൈനികമായി നേരിടാൻ സാധിക്കാതെ ബാഹ്യ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കടുപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമ്പോൾ ടെഹ്റാനിൽ അയത്തുള്ള മുജ്തബ ഖൊമേനിയുടെ നേതൃത്വത്തിൽ നിർണായകമായ മാറ്റങ്ങളും നീക്കങ്ങളുമാണ് അരങ്ങേറുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഉന്നത സുരക്ഷാ കൗൺസിലിന്റെ തലപ്പത്തേക്ക് വിപ്ലവ ഗാർഡിന്റെ മുൻ കമാൻഡർ മൊഹസിൻ റസായിയെ എത്തിച്ച ഇറാൻ തങ്ങളുടെ പ്രതിരോധവും പ്രത്യാക്രമണ നിലപാടുകളും കൂടുതൽ അങ്ങനെ കടുപ്പിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ തികച്ചും സ്വാഭാവികമായ തിരിച്ചടിയാണ് എന്നും സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ ഇറാൻ പൂർണ്ണ അവകാശമുണ്ട് എന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായി മാത്രമാണ് ഇറാൻ ചർച്ചയും നടത്തുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും അമേരിക്കയും സാക്ഷി നിർത്തി തങ്ങളുടെ ആധിപത്യം ഹോർമൂസിൽ വീണ്ടും തെളിയിക്കുകയാണ് ഇതോടെ ഇറാൻ. മേഖലയിലെ അമേരിക്കയുടെ സമാധാന നാടകങ്ങളെയും ട്രംപിന്റെ നയങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടി നിലപാടങ്ങനെ കടുപ്പിച്ചതോടെ പാശ്ചാത്യ മുന്നണികളുടെ ആഭ്യന്തര ഭിന്നതകളും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ട്രംപിന് നേർക്ക് തോക്കു ചൂണ്ടിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീൻ രാജ്യം അനുവദിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പിടിവാശിയും ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടാനുള്ള നീക്കങ്ങളും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുകയാണ്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ ഈ സംഘർഷങ്ങളും ഇസ്രായേൽ സഖ്യത്തിന്റെ നീക്കങ്ങളും കാരണം ലോക വ്യാപാരപാത തടസ്സപ്പെടുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട് റഷ്യ ഇപ്പോൾ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും വലിയൊരു പ്രഹരമേൽപ്പിക്കാൻ കളമൊരുക്കുകയാണ്. ഹോർമൂസിലെ തടസ്സങ്ങളെ മറികടന്ന് ഇന്ത്യയുമായി നേരിട്ട് വ്യാപാരം നടത്താൻ റഷ്യ വലിയൊരു കരമാർഗ റെയിൽ പദ്ധതിക്കും പാതയ്ക്കുമാണ് നിർദ്ദേശം നൽകുന്നത്. റഷ്യൻ ഉപപ്രധാനമന്ത്രി മറാട്ട് ഗുസ്നുലിൻ വ്യക്തമാക്കിയതുപോലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുള്ള സമുദ്രപാതകളെ മാത്രം ആശ്രയിക്കാതെ മധ്യേഷ്യയിലൂടെ ഇന്ത്യയിലേക്ക് നേരിട്ടെത്തുന്ന ഈ റെയിൽ പാത യാഥാർത്ഥ്യമാകുന്നതോടെ പാശ്ചാത്യ ശക്തികൾ ലോക വ്യാപാരത്തിന്മേൽ വെച്ചിരിക്കുന്ന ഉപരോധത്തിന്റെയും ഭീഷണിയുടെയും ആധിപത്യം അങ്ങനെ തകർന്നടിയും. ഡോളറിന് പിന്നെ എന്ത് ചെയ്യുമെന്നറിയില്ല. ലോകത്തെ കാൽഭാഗത്തോളം എണ്ണ വ്യാപാരവും 1/5 പ്രകൃതിവാതകവും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതകളെ തങ്ങളുടെ അധീനതയിലാക്കാൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ശ്രമങ്ങൾ ഇതോടെ പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. ഒമാനുമായുള്ള ഇറാന്റെ ചർച്ചകൾ, റഷ്യ ഇന്ത്യ പുതിയ വ്യാപാര ഇടനാഴിയും ഒത്തുചേരുമ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്ക എഴുത്തയ്യാറാക്കിയ തിരക്കഥകൾ ഒന്നൊന്നായി തകരുകയാണ്. സൈനിക താവളങ്ങളും ഉപരോധങ്ങളും കാട്ടി ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്താമെന്ന പാശ്ചാത്യ മോഹങ്ങൾക്ക് മേൽ ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണ നയങ്ങളും റഷ്യയുടെ തന്ത്രപ്രധാനമായ പുതിയ റെയിൽ വിപ്ലവവും കനത്ത തിരിച്ചടി തന്നെയാണ് ട്രംപിനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ നൽകുന്നത്.